നോമ്പ് നോൽക്കാനുള്ള തെളിവ് ഖുർആനിൽ ഏത് സൂറത്തിലാണ് ഉള്ളത്? എത്രാമത്തെ ആയത്ത്? ഉത്തരം സൂറത്തുൽ ബഖറ ആയത്ത് 183. റമദാൻ എന്ന വാക്ക് ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഉത്തരം ഒരു പ്രാവശ്യം. ആർക്കെല്ലാമാണ് നോമ്പ് നിർബന്ധമായിട്ടുള്ളത്? ഉത്തരം മുസ്ലിമിന്, പ്രായപൂർത്തിയായ വ്യക്തിക്ക്, ബുദ്ധിയുള്ള വ്യക്തിക്ക്. ഏതു വർഷമാണ് നോമ്പ് ഫർളായത്? ഉത്തരം ഹിജ്റ 2-ാം വർഷം. ഖന്തഖ് യുദ്ധത്തിൻ്റെ മറ്റൊരു പേര്? ഉത്തരം അഹ്സാബ് യുദ്ധം. ഉഹുദ് യുദ്ധത്തിൽ അമ്പെയ്ത്തുകാരെ വിന്യസിച്ച മല ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ജബൽ റൂമാത്ത്. ബദറിൽ ആരുടെ രൂപത്തിലാണ് ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടത്? ഉത്തരം കിനാന ഗോത്ര തലവനായ സുറാഖത്ത് ബിനു മാലിക്കിൻ്റെ വേഷത്തിൽ. ബദറിൽ കൊല്ലപ്പെട്ട മുശ്രിക്കുകളെ കുഴിച്ചു മൂടിയ കിണറിൻ്റെ പേര്? ഉത്തരം ഖലീബ് കിണർ. ബദർ, ഖന്തഖ്, ഉഹുദ് തുടങ്ങിയ യുദ്ധവേളകളിൽ മദീനയിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട സ്വഹാബി? ഉത്തരം അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. ബദറിൽ പങ്കെടുക്കാതിരുന്നിട്ടും ബദരീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട സ്വഹാബി? ഉത്തരം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഖന്തഖ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ നിലകൊണ്ട 2 പ്രധാന ജൂതഗോത്രങ്ങൾ ഏതൊക്കെ? ഉത്തരം ബനു നളീർ, ബനു ഖുറൈള. ബദർ യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബികളുടെ എണ്ണം? ഉത്തരം 14. മക്ക വിജയം നടന്ന വർഷം? ഉത്തരം ഹിജ്റ 8. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് പൊതുവെ പറയുന്ന പേര്? ഉത്തരം ഖസ്വത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് പങ്കെടുക്കാത്ത യുദ്ധത്തിന് പറയുന്ന പേര്? ഉത്തരം സരിയ്യത്ത്. ഖൈബർ കോട്ടകൾ മുസ്ലിങ്ങൾ കീഴടക്കുമ്പോൾ സൈനിക നേതൃത്വം ആർക്കായിരുന്നു? ഉത്തരം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മക്ക കീഴടക്കാൻ മുസ്ലിം സൈന്യം പുറപ്പെടുന്ന വിവരം ഖുറൈശികൾക്ക് ചോർത്തിക്കൊടുക്കാൻ ശ്രമിച്ച സ്വഹാബി? ഉത്തരം ഹാത്തിബ് റളിയല്ലാഹു അൻഹു. ഖൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ജൂത സ്ത്രീ നൽകിയ വിഷം കലർന്ന ഭക്ഷണം കഴിച്ചു മരണപ്പെട്ട സ്വഹാബി? ഉത്തരം ബിശ്ർ റളിയല്ലാഹു അൻഹു. ഖൈബർ യുദ്ധം കഴിഞ്ഞു മടങ്ങുമ്പോൾ വിഷം ചേർത്ത് ഭക്ഷണം നൽകി സൽക്കരിച്ച ജൂതസ്ത്രീ? ഉത്തരം സൈനബ ബിൻത്ത് ഹാരിത. ഖൈബർ യുദ്ധ തടവുകാരിൽപ്പെട്ട ഒരു സ്ത്രീയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുകയുണ്ടായി. ആരെ? ഉത്തരം സഫിയ റളിയല്ലാഹു അൻഹു.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്ത അവസാനത്തെ യുദ്ധം. ഉത്തരം തബൂക്ക് യുദ്ധം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ മക്കളിൽ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേ പേരാണ്. എന്താണത്? ഉത്തരം ഹിന്ദ് റളിയല്ലാഹു അൻഹു. സാധാരണ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ജീവിയുടെ പേരുള്ള സൂറത്ത്. ഉത്തരം സൂറത്തുൽ ജിന്ന്. ഹാഇന് ശേഷം ഹാ വരുന്ന എത്ര സ്ഥലങ്ങൾ ഖുർആനിലുണ്ട്? ഉത്തരം സൂറത്തുൻ നിസാ ആയത്ത് 128. ആയത്തു സ്വൈഫ് എന്നറിയപ്പെടുന്ന ആയത്ത് ഏത്? ഉത്തരം സൂറത്തുൻ നിസാ ആയത്ത് 176. അബുൽഹബിൻ്റെ തലക്കടിച്ച് ധീരവനിത. ഉത്തരം ഉമ്മുൽ ഫളൽ. റാ കൊണ്ട് അവസാനിക്കുന്ന എത്ര സൂറത്തുകൾ ഖുർആനിലുണ്ട്? ഉത്തരം 10 സൂറത്തുകൾ. റാ കൊണ്ട് അവസാനിക്കുന്ന സൂറത്തുകൾ ഏതൊക്കെ? ഉത്തരം സൂറത്തുൽ മാഇദ, സൂറത്തുൽ ഹജ്ജ്, സൂറത്തുൽ ലുഖ്മാൻ, സൂറത്തുൽ ശുറ, സൂറത്തുൽ ഖമർ, സൂറത്തുൽ മുംതഹിൻ, സൂറത്തുൽ ഖദർ, സൂറത്തുൽ ആദിയാത്ത്, സൂറത്തുൽ അസ്ർ, സൂറത്തുൽ കൗസർ. ബറാഅത്ത് രാവിൽ ഒരു മഹാന്റെ മുന്നിലേക്ക് ആകാശത്തു നിന്നും ഒരു പച്ചത്തുണി പാറി വന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ നരകമോചനത്തെ എഴുതപ്പെട്ടിരുന്നു. ആരാണ് ആ മഹാൻ? ഉത്തരം ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ആരുടെ ഖബർ കുഴിക്കുമ്പോഴാണ് ഖബറിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധം അനുഭവപ്പെട്ടത്? ഉത്തരം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് നബിയും സ്വഹാബത്തും ചെയ്ത ഒരു പ്രവൃത്തി, എന്നാൽ ഇന്ന് ലോകത്ത് ഏത് മുസ്ലിം അത് പ്രവർത്തിച്ചാലും ഇസ്ലാമിൽ നിയമവിരുദ്ധമാണ്. ഏതാണ് ആ പ്രവൃത്തി? ഉത്തരം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ ആദ്യമായി നോമ്പ് എടുത്ത ദിവസം? ഉത്തരം ബുധൻ. തുടർച്ചയായി 40 ദിവസം നോമ്പെടുത്ത പ്രവാചകൻ? ഉത്തരം മൂസാ നബി അലൈഹിസ്സലാം. മാസത്തിൽ 9 ദിവസം നോമ്പെടുത്ത പ്രവാചകൻ? ഉത്തരം സുലൈമാൻ നബി അലൈഹിസ്സലാം. 2 ദിവസം നോമ്പെടുക്കുകയും 1 ദിവസം നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നത് ആരാണ്? ഉത്തരം മറിയം ബീവി റളിയല്ലാഹു അൻഹ. സംസാരം ഒഴിവാക്കലായിരുന്നു അവരുടെ നോമ്പ് എന്ന് പറയപ്പെട്ടത് ആരുടെ നോമ്പിനെ കുറിച്ചാണ്? ഉത്തരം മറിയം ബീവി റളിയല്ലാഹു അൻഹ. മക്കയുടെ പ്രത്യേകതകൾ. ഉത്തരം ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയം പണിത സ്ഥലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, പ്രവാചകത്വ പ്രഖ്യാപനം നടന്ന സ്ഥലം, ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്നും താഴ്മയോടെ വിശ്വാസികൾ എത്തിച്ചേരേണ്ട സ്ഥലം, സുരക്ഷിതമായ ഹറം, രക്തച്ചൊരിച്ചിൽ പാടില്ലാത്ത സ്ഥലം, കഴിവുള്ളവൻ നിർബന്ധമായും ലക്ഷ്യം വെക്കേണ്ട ഒരേയൊരു സ്ഥലം, ത്വവാഫ് ചെയ്യപ്പെടാൻ പറ്റുന്ന പള്ളിയുള്ള സ്ഥലം,
ചുംബിക്കലും തൊട്ടുമുത്തലും പുണ്യമുള്ള ഹജറുൽ അസ്വദ് ഉള്ള സ്ഥലം. 2 സ്ഥലത്ത് ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞ സ്ഥലം. ആരാധനകൾക്ക് 1,00,000 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന സ്ഥലം. വിശ്വാസികൾ മുഴുവനും തിരിഞ്ഞു നിൽക്കുന്ന സ്ഥലം. ദുഷ്ചിന്തകൾക്ക് ശിക്ഷ ലഭിക്കുന്ന സ്ഥലം. ദജ്ജാൽ പ്രവേശിക്കാത്ത സ്ഥലം. മക്കയിലേക്കുള്ള 3 പ്രധാന പ്രവേശന കവാടങ്ങൾ. ഉത്തരം മുഅല്ല, മുസ്ഫല, ഷബീക. മക്കയുടെ പ്രധാനപ്പെട്ട പേരുകൾ. ഉത്തരം മക്ക, ബക്ക, ഉമ്മുൽ ഖുറ, അൽ ബലദ്, അൽ ബലദുൽ അമീൻ, അൽ ബൽദത്ത്, ഹറമുൽ ആമീൻ, മആദ്, ഖറിയ, അൽ മസ്ജിദുൽ ഹറാം. ഹറമിൻ്റെ പ്രധാനപ്പെട്ട അതിർത്തികൾ. തൻഈം, നഖ്ല, അളാത്തുൽ ലബൻ, ഹുദൈബിയ, ജബൽ അറാഫാത്ത്. മസ്ജിദുൽ ഹറമിലെ മിനാരങ്ങളുടെ എണ്ണം. ഉത്തരം 9. മസ്ജിദുൽ ഹറമിലെ മിനാരങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ബാബുൽ ഫത്ഹ്, ബാബുൽ ഉംറ, മലിക് അബ്ദുൽ അസീസ് കവാടം, മലിക് ഫഹദ് കവാടം എന്നിവക്കരികെ 2 വീതം, ഒന്ന് സഫയുടെ സമീപം. ഏറ്റവും നല്ല മുഅ്മിൻ ആരാണ്? ഉത്തരം ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പാപങ്ങളിൽ വെച്ച് ഏറ്റവും കടുത്ത 7 പാപങ്ങൾ. ഉത്തരം 1 അള്ളാഹുവിൽ പങ്കുചേർക്കൽ, 2 സിഹർ ചെയ്യൽ, 3 അകാരണമായി ആളെ കൊല്ലൽ, 4 പലിശ തിന്നൽ, 5 യത്തീമിൻ്റെ ധനം ഭക്ഷിക്കൽ, 6 യുദ്ധം നടക്കുമ്പോൾ പിന്തിരിഞ്ഞോടൽ, 7 പരിശുദ്ധരായ മുസ്ലിം വനിതകളെപ്പറ്റി വ്യഭിചാരാരോപണം നടത്തൽ. നിസ്കാരം ഉപേക്ഷിച്ചാലുള്ള ശിക്ഷകൾ. ഒരു ഫർള് നിസ്കാരം അതിൻ്റെ തൊട്ടടുത്ത നിസ്കാരത്തിൻ്റെ സമയവും വിട്ട് അലസമായി ഒരാൾ പിന്തിച്ചാൽ അവൻ വധശിക്ഷയ്ക്ക് അർഹനാണെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധയും അലസതയും കാണുന്നവന് 14 ശിക്ഷകൾ ലഭിക്കുന്നതാണ്. ഇതിൽ 5 ദുനിയാവിലും 3 മരണസമയത്തും 3 ഖബറിൽ വെച്ചും 3 മഹ്ശറയിൽ വെച്ചുമാണ് ഉണ്ടാവുക. ദുനിയാവിലെ ശിക്ഷകൾ. 1 ജീവിതത്തിൽ ബർക്കത്തോ ദൈവികമായ അനുഗ്രഹങ്ങളോ ലഭിക്കുകയില്ല. 2 സജ്ജനങ്ങളുടെ മുഖപ്രസന്നത അവനിൽ കാണുകയില്ല. 3 അവൻ്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുകയില്ല. 4 അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല. 5 മഹത്തുക്കളുടെ പ്രാർത്ഥനയിൽ അവന് ഒരു വിഹിതവും ഉണ്ടാവുകയില്ല. മരണസമയത്തെ ശിക്ഷ. 1 അവർ നിന്ദ്യനായി മരിക്കും. 2 വിശന്നു മരിക്കും. 3 മരണസമയം അസഹ്യമായ ദാഹം ഉണ്ടാകും. ഖബറിലെ ശിക്ഷകൾ. 1 വാരിയെല്ലുകൾ കോർക്കപ്പെടും വിധം അവനെ ഞെരിക്കും. 2 ഖബറിൽ കത്തിക്കപ്പെടും. 3 ഖബറിൽ അവനെ ശിക്ഷിക്കാനായി ഒരു വലിയ സർപ്പത്തെ നിശ്ചയിക്കും. മഹ്ശറയിലെ ശിക്ഷകൾ. 1 കടുത്ത വിചാരണ ഉണ്ടാകും. 2 അള്ളാഹു അവനോട് കോപിക്കും. 3 അവനെ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും.
നിസ്കരിച്ചാൽ ലഭിക്കുന്ന ഗുണം. ഒരാൾ ശ്രദ്ധിച്ച് ശരിയായ നിലയിൽ നിസ്കാരം നിർവഹിച്ചാൽ 5 ഗുണങ്ങൾ കൊണ്ട് അള്ളാഹു അവനെ ആദരിക്കും. 1. ജീവിത പ്രയാസം അള്ളാഹു അവനിൽ നിന്നും ഉയർത്തും. 2. ഖബർ ശിക്ഷയെ അവനിൽ നിന്നുയർത്തും. 3. അവൻ്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥം അവൻ്റെ വലം കൈയിൽ നൽകും. 4. അവർ മിന്നൽ വേഗത്തിൽ സിറാത്ത് കടക്കും. 5. ഹിസാബ് കൂടാതെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇസ്ലാമിലെ യുദ്ധങ്ങൾ. ഖന്തക് യുദ്ധത്തിൻ്റെ മറ്റൊരു പേര്. ഉത്തരം അഹ്സാബ് യുദ്ധം. ഉഹുദ് യുദ്ധത്തിൽ അമ്പെയ്ത്തുകാരെ വിന്യസിച്ച മല ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ജബൽ റൂമാത്ത്. ബദറിൽ ആരുടെ രൂപത്തിലാണ് ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടത്? ഉത്തരം കിനാന ഗോത്ര തലവനായ സുറാഖത്ത് ബിനു മാലിക്കിൻ്റെ വേഷത്തിൽ. ബദറിൽ കൊല്ലപ്പെട്ട മുശ്രിക്കുകളെ കുഴിച്ചു മൂടിയ കിണറിൻ്റെ പേര്? ഉത്തരം ഖലീബ് കിണർ. ബദർ, ഖന്തക്, ഉഹുദ് തുടങ്ങിയ യുദ്ധവേളകളിൽ മദീനയിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട സ്വഹാബി? ഉത്തരം അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. ബദറിൽ പങ്കെടുക്കാതിരുന്നിട്ടും ബദരീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട സ്വഹാബി? ഉത്തരം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഖന്തക് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ നിലകൊണ്ട 2 പ്രധാന ജൂതഗോത്രങ്ങൾ ഏതൊക്കെ? ഉത്തരം ബനു നളീർ, ബനു ഖുറൈള. ബദർ യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബികളുടെ എണ്ണം? ഉത്തരം 14. മക്ക വിജയം നടന്ന വർഷം? ഉത്തരം ഹിജ്റ 8. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് പൊതുവെ പറയുന്ന പേര്? ഉത്തരം ഖസ്വത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് പങ്കെടുക്കാത്ത യുദ്ധത്തിന് പറയുന്ന പേര്? ഉത്തരം സരിയ്യത്ത്. ഖൈബർ കോട്ടകൾ മുസ്ലിങ്ങൾ കീഴടക്കുമ്പോൾ സൈനിക നേതൃത്വം ആർക്കായിരുന്നു? ഉത്തരം അലിയുബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മക്ക കീഴടക്കാൻ മുസ്ലിം സൈന്യം പുറപ്പെടുന്ന വിവരം ഖുറൈശികൾക്ക് ചോർത്തിക്കൊടുക്കാൻ ശ്രമിച്ച സ്വഹാബി? ഉത്തരം ഹാത്തിബ് റളിയല്ലാഹു അൻഹു. ഖൈബർ യുദ്ധം കഴിഞ്ഞു മടങ്ങുമ്പോൾ ജൂത സ്ത്രീ നൽകിയ വിഷം കലർന്ന ഭക്ഷണം കഴിച്ചു മരണപ്പെട്ട സ്വഹാബി? ഉത്തരം ബിശ്ർ റളിയല്ലാഹു അൻഹു. ഖൈബർ യുദ്ധം കഴിഞ്ഞു മടങ്ങുമ്പോൾ വിഷം ചേർത്ത് ഭക്ഷണം നൽകി സൽക്കരിച്ച ജൂതസ്ത്രീ? ഉത്തരം സൈനബ ബിൻത്ത് ഹാരിത. ഖൈബർ യുദ്ധ തടവുകാരിൽപ്പെട്ട ഒരു സ്ത്രീയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുകയുണ്ടായി. ആരെ?
ഉത്തരം സഫിയ റളിയല്ലാഹു അൻഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്ത അവസാനത്തെ യുദ്ധം. ഉത്തരം തബൂക്ക് യുദ്ധം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ മക്കളിൽ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേ പേരാണ്. എന്താണത്? ഉത്തരം ഹിന്ദ് റളിയല്ലാഹു അൻഹു. സാധാരണ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ജീവിയുടെ പേരുള്ള സൂറത്ത്. ഉത്തരം സൂറത്തുൽ ജിന്ന്. ഹാഇന് ശേഷം ഹാ വരുന്ന എത്ര സ്ഥലങ്ങൾ ഖുർആനിലുണ്ട്? ഉത്തരം സൂറത്തുൻ നിസാ ആയത്ത് 128. ആയത്തു സ്വൈഫ് എന്നറിയപ്പെടുന്ന ആയത്ത് ഏത്? ഉത്തരം സൂറത്തുൻ നിസാ ആയത്ത് 176. അബുലഹബിൻ്റെ തലക്കടിച്ച് ധീരവനിത. ഉത്തരം ഉമ്മുൽ ഫളൽ. റാ കൊണ്ട് അവസാനിക്കുന്ന എത്ര സൂറത്തുകൾ ഖുർആനിലുണ്ട്? ഉത്തരം 10 സൂറത്തുകൾ. റാ കൊണ്ട് അവസാനിക്കുന്ന സൂറത്തുകൾ ഏതൊക്കെ? ഉത്തരം സൂറത്തുൽ മാഇദ, സൂറത്തുൽ ഹജ്ജ്, സൂറത്തുൽ ലുഖ്മാൻ, സൂറത്തുൽ ശുറ, സൂറത്തുൽ ഖമർ, സൂറത്തുൽ മുംതഹിൻ, സൂറത്തുൽ ഖദർ, സൂറത്തുൽ ആദിയാത്ത്, സൂറത്തുൽ അസ്ർ, സൂറത്തുൽ കൗസർ. ബറാഅത്ത് രാവിൽ ഒരു മഹാന്റെ മുന്നിലേക്ക് ആകാശത്തു നിന്നും ഒരു പച്ചത്തുണി പാറി വന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ നരകമോചനത്തെ എഴുതപ്പെട്ടിരുന്നു. ആരാണ് ആ മഹാൻ? ഉത്തരം ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ആരുടെ ഖബർ കുഴിക്കുമ്പോഴാണ് ഖബറിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധം അനുഭവപ്പെട്ടത്? ഉത്തരം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് നബിയും സ്വഹാബത്തും ചെയ്ത ഒരു പ്രവൃത്തി, എന്നാൽ ഇന്ന് ലോകത്ത് ഏത് മുസ്ലിം അത് പ്രവർത്തിച്ചാലും ഇസ്ലാമിൽ നിയമവിരുദ്ധമാണ്. ഏതാണ് ആ പ്രവൃത്തി? ഉത്തരം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ ആദ്യമായി നോമ്പ് എടുത്ത ദിവസം? ഉത്തരം ബുധൻ. തുടർച്ചയായി 40 ദിവസം നോമ്പെടുത്ത പ്രവാചകൻ? ഉത്തരം മൂസാ നബി അലൈഹിസ്സലാം. മാസത്തിൽ 9 ദിവസം നോമ്പെടുത്ത പ്രവാചകൻ? ഉത്തരം സുലൈമാൻ നബി അലൈഹിസ്സലാം. 2 ദിവസം നോമ്പെടുക്കുകയും 1 ദിവസം നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നത് ആരാണ്? ഉത്തരം മറിയം ബീവി റളിയല്ലാഹു അൻഹ. സംസാരം ഒഴിവാക്കലായിരുന്നു അവരുടെ നോമ്പ് എന്ന് പറയപ്പെട്ടത് ആരുടെ നോമ്പിനെ കുറിച്ചാണ്? ഉത്തരം മറിയം ബീവി റളിയല്ലാഹു അൻഹ.